ക്രിസ്തു ശിഷ്യൻ മാർ തോമസ് ലീഹായിൽ സ്ഥാപിതമായ കോട്ടക്കാവ് തീർത്ഥാടന ദേവാലയത്തിൽ ഏകദേശം 1.5 കോടിയോളം മുടക്കിയ സാന്തോംസാക്ക പദ്ധതി പാതി വഴിയിൽ ഉപേക്ഷിച്ച നിലയിലാണ്. ദയനീയ അവസ്ഥ ഈ വീഡിയോയിലൊന്ന് കണ്ടുനോക്കാം. മാറി മാറി വന്ന വികാരിമാരും ഭാരവാഹികളുമാണ് ഇതിന്റെ യഥാർത്ഥ ഉത്തരവാദികൾ. ചരിത്രപരമായി പൂർവികർ നിർമ്മിച്ച പള്ളിയുടെ പ്രിവിലേജ് ആൾട്ടർ പോലും ഇപ്പോൾ വികലമാക്കി. സീറോ മലബാർ സഭ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തെറ്റിൽ പിതാവും അഡ്മിനിസ്ട്രേറ്റർ ബോസ്കോ പുത്തൂർ പിതാവും സംയുക്തമായി പുറപ്പെടുവിച്ച ഏകീകൃത കുർബാന വിഷയത്തെ പ്രതിപാദിക്കുന്ന പള്ളികളിൽ വായിക്കേണ്ട സർക്കുലറിൽ ജൂലൈ 3 ഏകീകൃത കുർബാന ആരംഭിക്കണമെന്നിരിക്കെ പറവൂർ കോട്ടക്കാവ് പള്ളി വികാരി വളരെ ധാർഷ്ട്യത്തോടെ ജൂലൈ 3 വിശുദ്ധ കുർബാനയുടെ പ്രാധാന്യം തള്ളിക്കളയുന്നതായും വാർത്തകൾ പുറത്തുവരുന്നു. വികാരി വിമതരോടൊപ്പം ചേർന്ന് ജൂലൈ 3 പ്രാധാന്യത്തെയും മാർപ്പാപ്പയെയും സഭയെയും നിന്ദിക്കാൻ പരിശ്രമിക്കുന്നതുമായാണ് റിപ്പോർട്ടുകൾ പുറത്തുവരുന്നത്.